ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഗീ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനെ ആദ്യം ഗാർണിഷ് ചെയ്യാനുള്ള റൈസിൻസും നട്ട്സും വറുത്തെടുക്കുകയാണ്. ഈ ചീൻചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ആദ്യം റൈസിൻസ് ആണ് വറുത്തെടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റൈസിൻസ് ഉണ്ട്. റൈസിൻസ് ഇതുപോലെ തീർത്ത് വരുമ്പോഴത്തേക്കിന് എടുത്തു മാറ്റാം, കരിയരുത്. ഇനിയും വറുത്തെടുക്കുന്നത് കാഷ്യൂസ് ആണ്. ഇതിൽ 10-12 കാഷ്യൂ പുളർന്നെടുത്തതാണ്. ഇത് എടുത്ത് കൊരിമാറ്റുകയാണ്. ഇനിയും അതിൽ ഗാർണിഷ് ചെയ്യാനുള്ള സബോള വറുത്തെടുക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതൊരു മീഡിയം സൈസിലുള്ള സബോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയും എണ്ണയിൽ നിന്നും മാറ്റുകയാണ്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആക്കി ഉള്ളി വറുത്തെടുക്കുക. ഇനിയും ചോറ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഈ നെയ്യിലേക്ക് 3 ചെറിയ കറുവ, ഒരു തക്കോലം, 5 ഗ്രാമ്പൂ, 5 ഏലയ്ക്ക, ചെറിയ പീസ് ജാതിപത്രി. ഇത് ഉണ്ടെന്ന് വരികിൽ മാത്രം ചേർത്താൽ മതി. ചെറുതായിട്ട് നെയ്യിലൊന്ന് വറക്കുക. ഇതിലേക്ക് ഒരു ചെറിയ സബോള നീളത്തിൽ അരിഞ്ഞത്. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സബോള 1-2 മിനിറ്റ് വഴറ്റി, ഒരു 4 വെളുത്തുള്ളി ചതച്ചത്, 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു പച്ചമുളക്, എരിവുള്ള പച്ചമുളക് ചതച്ചത്. ഗാർലിക്കും ജിഞ്ചറും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ചോറിന് നല്ല ഫ്ലേവർ കാണും. സബോള 2-3 മിനിറ്റ് സമയത്തേക്ക് വഴറ്റി ബ്രൗൺ കളറാകുകയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബാസ്മതി റൈസാണ്. 3 കപ്പ് ബാസ്മതി റൈസ്. ഇത് 3-4 പ്രാവശ്യം കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് എടുത്തതാണിത്. അരി നെയ്യിൽ വറുത്ത് വേവിക്കുന്നത് കൊണ്ട് ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 5 മിനിറ്റോളം വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച് വെള്ളം ഒഴിക്കുകയാണ്. 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 6 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഇതിൽ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. ഇപ്പം ചോറ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് വേവിക്കുകയാണ്. വെള്ളം വറ്റി ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് നല്ല വിട്ടാണ് ചോറ് ഇരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ്സോളം വേവിച്ചിട്ടുണ്ട്. ഗീ റൈസ് ആയതുകൊണ്ട് ഗീ നന്നായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർക്കുകയാണ്. ഗീ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ചോറ് റെഡിയായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇനി ഇതിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റൈസിൻസും നട്ട്സും ഒനിയൻ വറുത്തതും കൂടി ചേർക്കുകയാണ്. കഴിക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റെങ്കിലും ചോറ് റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം ഉപയോഗിക്കുക. വളരെ രുചിയുള്ള നെയ്ച്ചോറാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.